my dance, make it hurt. എവിടെ പോയതാ നീ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനിവിടെ വരുമ്പം എൻ്റെ റൂമിൽ നീ കാണണമെന്ന്. ഒരു സ്ഥലത്ത് പൊടിയിടങ്ങി വല്ല പട്ടിയോ പൂച്ചയാണോ? എന്തുവടി അവിടെ നിന്ന് പെറുപെറുക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞുകൂടെ? ഓ, നോക്കാൻ പറ്റിയ മോന്ത. ഈ മോന്ത നോക്കി എനിക്ക് പറയാനൊന്നും തോന്നില്ല. മാക്രി പോലെ ഉണ്ട്. എന്നതടി നീ പറഞ്ഞത്? അല്ലെങ്കിൽ നിനക്ക് ഇവിടുത്തെ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കണ്ടവന്മാരെ കെട്ടിപ്പിടിച്ചിട്ട് നീ അവിടെ നിൽക്കത്തില്ല. ഞാൻ ആരെ കെട്ടിപ്പിടിക്കുന്നത്? തനിക്കന്നെ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും. അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിന്നെ കൊണ്ടുവന്നത്. എനിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാനാ. ഇങ്ങോട്ട് ഈ കയറി വരുന്ന അങ്ങനെ വല്ല വൃത്തിയുടെ ചിന്തയും മനസ്സിലുണ്ടെങ്കിൽ ഈ മഹിതയായിരുന്നെന്ന് നീ അറിയും. അങ്ങനെയാണോ? എനിക്ക് മഹിതയാരെന്ന് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒന്ന് അറിയിച്ചു തന്നെ. അടുത്ത് വരരുത്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. എൻ്റെ മഹിത കൊച്ചിനൊരു പേടിയും വിറവലും ഒക്കെ. എടി പുല്ല്, നീല കൊടിച്ചനെ. മോളെ മഹിതയെ നീ നോക്കി വെച്ച ഇതിന് ഞാൻ ഒറ്റിൻ്റെ പണിത്തായി. എൻ്റെ കൊച്ചനെ നീ കുറച്ച് വെള്ളം ചേർത്തടിയടാ. നിന്റെ കരളങ്ങ് വാടിപ്പോവും കേട്ടോ. അത്യാവശ്യമായിട്ട് പണിയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് നിന്റെ ഈ കുടി കാണിക്കാൻ വേണ്ടിയിട്ടാണോ? എന്നാ കരളാവല്ലേ അപ്പ, വാടുന്നെങ്കിൽ അതങ്ങ് വാടട്ടെ. ഞാൻ അവളെ ചങ്ക് പറിച്ച് സ്നേഹിച്ചതാ, പക്ഷെ അവളെന്നെ ചതിച്ച്. എന്നതാടാ കൊച്ചനെ നീ പറഞ്ഞത്? നിനക്കും പ്രണയമോ? വല്ല മടത്തിലമ്മമാരും ആണോ? ഇതേ കാരണവരെ എൻ്റെ വായിന്ന് കേൾക്കില്ല കേട്ടോ. മഠത്തിലമ്മമാരെ അടിച്ചുകൊണ്ട് വരുന്ന നിങ്ങൾ. ഞാൻ കട്ടുകൊണ്ട് വന്ന എൻ്റെ മഹിതനെ പറ്റിയാ പറഞ്ഞത്. ആ, ഇത് രണ്ടും ഒന്നൊക്കെ തന്നെയാടാ. അല്ല, മഹിതയോ? അതാ അവൻ്റെ പെങ്ങളല്ലേ? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ആന്നേ, അവള് തന്നെ. ആരും അറിയാണ്ട് എൻ്റെ കെട്ടിയോളായവള്. അവളെന്നെ പറ്റിച്ചെന്നേ. ഞാൻ ഇന്നലെ ചെന്നപ്പോഴാണെങ്കിൽ അവളെ ബോഡി ഗാർഡിനെ കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുന്നു. എന്നിട്ട് നീ അവളോടൊന്നും ചോദിച്ചില്ലേ? കൊടുക്കണ്ടായിരുന്നു അവൻ്റെ മോന്ത നോക്കിയൊരു ഇടി? എനിക്ക് അരീക്ഷം കാരണം മേലായിരുന്നു. ഞാൻ രണ്ടിനെയും കൊന്നാനെ. പിന്നെ ഞാനിങ്ങോട്ട് പോന്നു. ഈയിടെ നമ്മുടെ വീട്ടിലെ ചെറുക്കൻ തന്നെ അപ്പോയിൻ്റ് ചെയ്തതല്ലേ? അന്നേരം മോശമാകത്തില്ല. എന്തായാലും അവനെപ്പറ്റി നന്നായിട്ടൊന്ന് അന്വേഷിക്കുക. അതിന് ശേഷം മതി കേട്ടോ തീരുമാനങ്ങൾ. എങ്കിൽ പിന്നെ ഞാനങ്ങ് പോയേക്കുക. ശരി, നേരത്തും കാലത്തും പോയി കുടുംബത്ത് പോയി കയറ്. പിന്നെ നീ ഡ്രൈവ് ചെയ്യണ്ട. ഞാൻ ഡ്രൈവറിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിന്നെ പിക്ക് ചെയ്ത് അവിടെ കൊണ്ടാക്കിക്കോളും കേട്ടോ. ചെല്ലുന്നെങ്കിൽ. ഓക്കെ. എടാ അഭിഹേലെ, പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കണമെന്ന് ഓർത്തത്. നിന്റെ ഈ ചുണ്ടത്ത് ഇതെന്നാ പറ്റിയത്? നീ എവിടെയെങ്കിലും ഇടിച്ച് വീണോ? അതൊന്നും പറയണ്ട. ഞാൻ ഇന്നലെ അവൾക്കൊരു ഉമ്മ കൊടുത്തത്. അവളെന്നെ കടിച്ചെന്നേ. എങ്കിൽ ഞാൻ വീട്ടിലേക്ക് എനിക്ക് വീട്ടിൽ ഇരുന്നിട്ടൊന്ന് കിടന്നാൽ മതി. ബെസ്റ്റ്. ഇതിനൊന്നും ഒരു കുറവുമില്ല. ശരി നീ ചെല്ല്. നീ എന്നെ കളിയാക്കി കേട്ടോ. തുടങ്ങാനൊന്നുമില്ല. ചിരിപ്പിച്ച് നിങ്ങൾ എന്നെ കൊല്ലും. പടകളൊക്കെ ഇവിടെ ഹാജരാണല്ലോ. ഇതിന് ഇവിടെ നല്ല ചിരിയാണല്ലോ. നമ്മളെ കാണുമ്പോൾ ഒരു ചിരിയുമില്ല. സുന്ദരിയൊക്കെ തന്നെ. സ്വന്തം ഭാര്യനെ വായി നോക്കുന്നത് തെറ്റാണോ? പിന്നെ നാട്ടുകാരുടെ ഭാര്യനെ നോക്കാൻ പറ്റുമോ അല്ലേ? എന്താ സാർ ഇവിടെ നിൽക്കുന്ന എന്തെങ്കിലും വേണോ? ഇവനിത് എവിടെ നിന്ന് വന്ന? ഇതെൻ്റെ വീടല്ലേ, എനിക്ക് ഇഷ്ടമെടുത്ത് എനിക്ക് നിൽക്കാമല്ലോ. എടി, നിങ്ങൾ എഴുന്നിട്ട് വന്നേ, എനിക്ക് കുളിക്കണം. എന്നെ ഒന്ന് കുളിപ്പിച്ചതാ.
കുളിപ്പിക്കാനോ? What? എൻ്റെ പെങ്ങൾ തന്നെ ഇപ്പം നിന്നെ കുളിപ്പിക്കണോ? ഓ, എന്നാ നോക്കി നിൽക്കുവാ? അങ്ങ് വാ. എൻ്റെ പൊന്നുമോനോടെ നിന്നെ നിന്നെ ആര് കുളിപ്പിക്കണമെന്നാ? എടാ നീയൊക്കെ കെട്ടി നിൻ്റെ പിള്ളേരെ ഞാൻ കുളിപ്പിക്കേണ്ട വയസ്സായി. അന്നേരം അവന് കുളിപ്പിക്കാൻ ഇനി ഇവിടുത്തെ പെൺപിള്ളേരെ കൊണ്ട് കയറി പൊക്കോ ഇങ്ങോട്ട്. ശരിയേ, ഞാൻ പോയേക്കുവാ. എന്തായാലും മമ്മിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നേക്കാം. മമ്മിക്ക് കുളിപ്പിക്കാൻ കുറേ പിള്ളേരെ ഞാൻ തന്നേക്കാം. ഇയാളെന്തിനാ എന്നെ നോക്കുന്നു? മതി നീ അവളെ നോക്കി പേടിപ്പിച്ച്. ഇനിയെങ്ങാനും ഇതുപോലെ കുടിച്ച് കയറി വന്നാലുണ്ടല്ലോ, മൂത്തതാ പോത്തുപോലെ വളർന്നത് ഞാൻ നോക്കത്തില്ല. നല്ല ഒരെണ്ണം വെച്ചങ്ങോട്ട് തരും. ഇതന്നെ അവിടെ ഒരു ശബ്ദം. എൻ്റെ കെട്ടിയോളുടെ കൗൺസിലിംഗ് ക്ലാസ് ആണോ? അതിരിക്കട്ടെ ഇച്ച, ഞാനൊരു ചോദിക്കണമെന്ന് കരുതിയതാ. ഇച്ച, എൻ്റെ ചുണ്ടിന് ഇത് എന്നെ പറ്റിയതാ പൊട്ടിയത്? അതോ, നിനക്ക് മാത്രമേ സ്നേഹമുള്ളൂടി എന്നോട്. അതേ നീയെ ശ്രദ്ധിക്കുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫാം വിസിറ്റ് ചെയ്തായിരുന്നു. അവിടുന്ന് ഒരു മുയലെന്നെ കടിച്ചതാ. പെട്ടെന്ന് ദേഹത്തോട്ട് കയറി. അയ്യോ, എന്നിട്ട് ടീറ്റ് എടുത്തോ നീ? ഏയ് ഇല്ല, എടുക്കണം. എന്തായാലും എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ പോവാ റൂമിലേക്ക്. നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാനാണെങ്കിൽ ഓഫീസ് റൂമിലൊക്കെ പോയി നോക്കി. പിന്നെ നമ്മളയച്ച ആ ഒരു സ്പൈ ഇന്ന് ജീവനോട് ഇല്ലെന്ന് അറിയാൻ കഴിഞ്ഞു. പകരം പുതിയൊരു ബോഡി ഗാർഡിനെ അവൻ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എൻ്റെ അറിവിൽ നിൻ്റെ കുഞ്ഞ് അവൾ പ്രസവിച്ചിട്ടില്ല. വാട്ട്? എങ്ങനെ നീ ഇത്ര ഉറപ്പോടെ പറയുന്ന? എടാ, അത് പിന്നെ നമ്മളെന്നാ അവൾ കിടന്ന ഹോസ്പിറ്റലിൽ അറ്റാക്ക് ചെയ്തില്ലേ? ആ സമയത്ത് അവിടുന്ന് ഒരു നേഴ്സിൻ്റെ വിവരങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചായിരുന്നു. എന്നിട്ട് ഞാനിപ്പോൾ അവരെ പോയി കണ്ടു. അവരെ പറഞ്ഞത് അന്നേരം കോമയിലായിരുന്നു. ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷേ അവർ അബോർട്ട് ചെയ്തു കളഞ്ഞു. ഇത്രയും നാളും ഞാൻ കുടുംബത്തിൽ ഒന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടെന്നറിയാം? എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണമായിരുന്നു. പക്ഷെ എൻ്റെ കുഞ്ഞിനെ തന്നെ വളരെ നാൾക്ക് മുമ്പ് കൊന്നെന്നറിഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്. അബിഹേലിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനം ഇനി തുടങ്ങിയേക്കുക. ഒരു ബിസിനസ് മീറ്റിംഗ് നീ സംഘടിപ്പിക്കുക എങ്ങനെയെങ്കിലും. ബാക്കി കളികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഒരു സാധനം ഇവിടെ വെച്ച് കാണില്ലല്ലോ. ഈ മാഹിതി എടുത്തോ? ഇതിൽ പോയി നോക്കാം. ഓക്കെ മോളെ, മാനവരി ഉണ്ടല്ലോ, ഞങ്ങൾ എത്തിയേക്കാം. ശരിയാണെങ്കിൽ മാനവ്, അബിയാണെങ്കിൽ ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. നമുക്കാണെങ്കിൽ ജസ്സിനും കൂട്ടി ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണം. റെഡി ആയിട്ട് വാ. ഓക്കെ മാഡം, ഞാനിപ്പോൾ റെഡി ആയിട്ട് വന്നേക്കാം. ജെസ്സി മാഡം, ഐ എം സോറി. എന്തെങ്കിലും പറ്റിയോ? മാഡം വരുന്നത് ഞാൻ കണ്ടില്ല. വേഗം റെഡിയാകാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകുക. ഇല്ല, ഒന്നും പറ്റിയില്ല. ഞാൻ നിങ്ങൾ റെഡി ആയിട്ട് വരാം. അയാളുടെ ഒരു ഫാഷൻ ഷോ കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഈ റൂം ഒരു അലങ്കോലമാക്കി ഇടും. കഴുകെടുക്ക്, തുണി വൃത്തിയാക്കിയിട്, അയൺ ചെയ്യുക, അലക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇന്നാണ് കബോർഡ്. കബോർഡ് ഇയാളുടെ പണിയെടുത്ത് ഞാൻ മടുത്ത്. ഇവിടെ വൃത്തിയായിട്ടിരിക്കും. ഇത് കുറേ ഉണ്ടല്ലോ. ഇതിൻ്റെ അവിടെ കയറ്റി അടക്കി വെക്കാൻ ഫയൽസൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഓഫീസിലാണ് രഹസ്യങ്ങൾ ചോർത്താൻ പറ്റുന്നു. മാരേജ് കോൺട്രാക്ട്. ഒരാളെ വെറുതെ പെടുത്തില്ല ഇതിന് ഞാൻ. ഇന്ന് വലിയ മൈൻഡിലല്ലോ. ഇതിനെ മുഖം കൊത്തി വീർത്തിരിക്കുന്ന ഇവളുടെ. എടി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് ഇവിടെ അടുക്കി പെറുക്കി വെക്കണമെന്ന്. എന്നിട്ട് എന്നെ ഇങ്ങനെ കിടക്കുന്ന? എനിക്കിന്ന് സൗകര്യമില്ലായിരുന്നു. തനിക്ക് എങ്ങനെയാണ് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നത്? എന്നെ പറ്റിച്ചൊരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിപ്പിച്ചേക്കുന്നു. അപ്പം അതാണ് കാര്യം. അതെ, ഞാൻ സൈൻ ചെയ്യിപ്പിച്ചു. അതിനിപ്പോൾ എന്താ? ഞാനൊരു പ്രപ്പോസലായിട്ട് നിൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ നീ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിന് വേണ്ടിയിട്ട് വളഞ്ഞൊരു വഴി സ്വീകരിച്ചു. ഏതൊരു സ്ത്രീക്കും അവൾ കെട്ടുന്ന പുരുഷനെ തിരഞ്ഞെടുക്കാനുള്ള അനുവാദമുണ്ട്. അതുകൊണ്ട് താൻ അവിടെ ഇവിടെ എന്ന് പറഞ്ഞ് കുറേ പേപ്പറിൽ സൈൻ ചെയ്തിട്ട് ഞാൻ ഭാര്യയാകത്തില്ല. ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിലാണോ ബാക്കി? നീ എൻ്റെ ഭാര്യയാണ്. വൈകാതെ തന്നെ എൻ്റെ കുട്ടികളുടെ അമ്മയും ആവുക. നിനക്കൊരു കുഞ്ഞിനെ തരാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിലും മുനിസിപ്പാലിറ്റി പോയി അപേക്ഷ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തൻ്റെ മനസ്സിൽ ഒരിക്കലും നടക്കാത്ത വ്യാമോഹം.
ഈ മഹിത ആരെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇത്രയും നാളെൻ്റെ ഏട്ടൻ്റെ പേര് പറഞ്ഞ് എന്നെ ചതിച്ചില്ലേ, നമുക്ക് കാണാം. എടുത്തിട്ട് ഡോണ്ട് ബെഗ് ടു മീ ലൈക്ക് ദിസ്. നീ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും കൂടുതൽ ചെയ്യാൻ തോന്നും. ഓ എഴുന്നേറ്റ്.